നബിദിനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്ത് ചെയ്യണത് ചോദിക്കണത്. കുൽബി ഫദ്ലില്ലാഹി അബി റഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്രഹു. അള്ളാൻ്റെ ഫദ്ല് കൊണ്ടും അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തോളി, സന്തോഷിച്ചോളി എന്ന് ഖുർആനുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം എന്നുള്ള നിലയ്ക്ക് മുത്തുനബി റഹ്മത്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ റഹ്മത്താണ് എന്നുള്ള നിലയ്ക്ക് ഒരാൾ ആ ദിവസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം, നബി ജനിച്ചതല്ല എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നബി ജനിച്ചതല്ല എന്നുള്ള നിലയ്ക്ക് ഒരാൾ എന്തെങ്കിലും ഒരു 10 രൂപ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏത് കാര്യവും പൊതുവായി പഠിപ്പിച്ചതാണെങ്കിൽ അത് പൊതുവായി തന്നെ ചെയ്യുകയും പ്രത്യേകമായി പഠിപ്പിച്ചതാണെങ്കിൽ പ്രത്യേകമായി തന്നെ ചെയ്യുകയും വേണം. റബീഉൽ 12 ഒരാൾക്ക് 5 വക്ത് നിസ്കരിക്കാൻ പാടില്ല, ചോദിച്ചാൽ നിസ്കരിക്കാൻ പാടുണ്ട്. എന്നാൽ അന്ന് 5 വക്ത് നിസ്കരിച്ചാൽ പ്രത്യേക കൂലിയുണ്ടോ? പ്രത്യേക കൂലിയൊന്നുമില്ല. അന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നോമ്പൊലിച്ചാൽ കൂലിട്ടോ? കൂലി കിട്ടും. എന്നാൽ റബീഉൽ 12 തിങ്കളാഴ്ചയും ഒപ്പം വന്നപ്പോൾ അത് 2 കൂലി കിട്ടുമോ? ഇല്ല, 1 കൂലിയേ കിട്ടുള്ളൂ. അപ്പോൾ ഏത് അമലും നബിതങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ അത് കൊല്ലം മുഴുവനും ചെയ്യേണ്ടതാണെങ്കിൽ കൊല്ലം മുഴുവനും ചെയ്യണം. പ്രത്യേകമായ ദിവസങ്ങളിലോ സമയങ്ങളിലോ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ആ ദിവസത്തിലും ആ സമയത്തിലുമാണ് അത് ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് നബിതങ്ങൾ ജനിച്ച ദിവസമാണ് എന്ന് കരുതി പ്രത്യേകം സുന്നത്തായി ഗണിച്ചുകൊണ്ട് പ്രത്യേകമായ പുണ്യമായി ഗണിച്ചുകൊണ്ട് ഒരമലും ചെയ്യാൻ നബിതങ്ങളുടെ മാതൃക നമുക്ക് ഏതായിരുന്നാലും ഇല്ല. സ്വഹാബത്തിൻ്റെ മാതൃകയും ഇല്ല. അർഷദ് മുസ്ലിയാർ സ്വഹാബത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും സ്വഹാബിമാരെങ്കിലും നബിദിനം ആഘോഷിച്ചു എന്നാണ്. ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത ചോദ്യം അത് ചോദിക്കുന്നു. നബി ആഘോഷിച്ചിട്ടില്ല, പക്ഷേ സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ട്, അത് തെളിവാക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ അത് സമാധാനമായിരുന്നു. സ്വഹാബത്തിന് അമൽ ഹുജ്ജത്താണോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ട് കാര്യമുള്ളത് എന്താണ്? ആ സ്വഹാബത്ത് നബിദിനം ആഘോഷിച്ചു എന്ന് കിട്ടിയെങ്കിലല്ലേ? അതേതായാലും ഇല്ലല്ലോ. സ്വഹാബത്തോ താബികളോ തമിഴ് താബികളോ ഇനി വേണ്ട ഇമാം ഷാഫി അടക്കമുള്ള 4 മദ്ഹബിൻ്റെ ഇമാമുമാർ പോലുമോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അതിൽ ഇത്തിഫാക്കാണ്. ഇനി സ്വഹാബത്തിൻ്റെ കൗലും അമലുമൊക്കെ തെളിവാണ്, ഹുജ്ജത്താണെന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയാലും നബിദിനത്തിന് ഹുജ്ജത്താവുകയില്ല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും നബിദിനങ്ങൾ പൊതുവായി പഠിപ്പിച്ചത് റബീഉൽ 11, 12, 13, റബീഉൽ ആഖിറിലും എല്ലാ സമയത്തും ഒരുപോലെയാണ്. അന്ന് പ്രത്യേകമായ പുണ്യമില്ല, പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന നിലക്കാണെങ്കിൽ അത് ബിദ്അത്തായി മാറുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.